ഹായ് ഓൾ. മോക്കുരു വന്നിട്ട് അത് പോകാൻ വേണ്ടി പല പല പരിപാടികൾ ശ്രമിച്ചിട്ട് പാളിപ്പോയവരാവും അല്ലേ നിങ്ങൾ. ഞാനിപ്പോൾ കാണുന്ന സിറ്റുവേഷനിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് എത്താനായിട്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ ഒരിക്കലും എൻ്റെ സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിനെ പറ്റിയിട്ടോ ഒന്നുമല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്. ശരിക്കും ഇത് ഇങ്ങനൊരു കാര്യത്തിനെ പറ്റിയിട്ടേ അല്ല. എൻ്റെ ആക്കിനെ പോയതിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള റീസൺസ്, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഓൾറെഡി ഐസോട്രെറ്റിനോൺ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ആ ടാബ്ലറ്റിൻ്റെ ഞാൻ യൂസ് ചെയ്ത റിവ്യൂ ഞാൻ പറയുന്നുണ്ട്. ആ ഭാഗം തൊട്ട് കണ്ടാൽ മതി. അല്ല, നിങ്ങളിപ്പോൾ ആക്കിനയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുമാറാത്ത ആക്കിനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നോക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, എനിക്ക് ആദ്യമായിട്ട് ഒരു പിമ്പിൾ വരുന്നത് ഞാൻ +2 പഠിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു റെഡ് ഡോട്ടിലൊരു വൈറ്റ് ഹെഡ് ഉണ്ടാവും. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു പിമ്പിൾ വരുന്നത്. പിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വൈറ്റ് ഹെഡ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് അത്യാവശ്യം പെയിൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാനത് വലിയ കാര്യമാക്കിയിട്ടൊന്നുമില്ല. ഡേ ബൈ ഡേ ഇതൊരു കുറച്ച് വലിയൊരു പിമ്പിൾ ആവാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഒരു 2 വർഷത്തോളം ഞാനിത് മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ മുഖത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ 2 വർഷത്തിന് ശേഷം എനിക്കിത് ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തല വെക്കുമ്പോൾ ഈ ഉള്ള ഭാഗത്ത് വേദന എടുക്കും, നല്ല പെയിൻ ആയിരിക്കും കേട്ടോ. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കെയർ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി, പിമ്പിൾ എങ്ങനെ മാറ്റാം, ആക്കിനെ എങ്ങനെ മാറ്റാം. അപ്പോഴാണ് ഞാൻ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്കിനേസിനെയും പിമ്പിൾസിനെയൊക്കെ പറ്റി മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഞാൻ പല പല ഫേസ് പാക്സ് ട്രൈ ചെയ്തു, പല പല വീഡിയോസ് കണ്ടിട്ട് ഡയറ്റ്. അന്നുള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പിന്നെ എണ്ണ ഉള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മോക്കുരു വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ ഡയറ്റിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ ഫുഡൊക്കെ ഒഴിവാക്കി, എണ്ണ ഉള്ള ഫുഡ് ഒഴിവാക്കി, മുട്ട കംപ്ലീറ്റ് ആയിട്ട് കഴിക്കുന്ന നിർത്തി. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പല പല ഫേസ് പാക്സ്, ആലോവേര ജെല്ല്, അത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പോയിട്ടില്ല. അങ്ങനെ ഈ യൂട്യൂബ് വീഡിയോസിൽ കണ്ടൊരു സംഭവമാണ് മോയ്സ്ചറൈസിങ് ക്രീമും സൺസ്ക്രീൻ. എല്ലാവരും ഡെയിലി റൊട്ടീനായിട്ട് 2 നേരം ഇത് യൂസ് ചെയ്യണം. രാവിലെയും രാത്രി മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം, വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ആ സമയത്താണ്. ഞാൻ അന്നേ വരെ ഇങ്ങനെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചു, ഓയിലി സ്കിന്നാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഓയിലി സ്കിന്നിന് പറ്റിയൊരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറും ഓർഡർ ചെയ്ത് വരുത്തി ഞാനത് തേക്കാനായിട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം എൻ്റെ പിമ്പിൾ എന്ന് പറയുന്നത് നല്ല രീതിക്ക് കൂടി എന്നങ്ങ് പറയാം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അങ്ങ് വലുതായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പിമ്പിൾ എല്ലാം കൂടി ഇങ്ങനെ കൂടിച്ചേർന്നിട്ട് ഒരു വലിയ ഒരു ആക്കിനെ ആയിട്ട് വരും. ഇതിനെ സിസ്റ്റിക് ആക്കിനെ എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു, എൻ്റെ കണ്ടീഷൻ്റെ പേര് സിസ്റ്റിക് ആക്കിനെ എന്നായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ വല്ലാണ്ട് കൂടിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇതിന് ബേസ് ചെയ്തൊരു ഹോസ്പിറ്റലിൽ പോകുന്നത്. ശരിക്കും നമ്മൾ ഇതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയാൽ, അല്ലെങ്കിൽ പിമ്പിള്, ആക്കിനെ, എന്തെങ്കിലും ഒരു സ്കിൻ റിലേറ്റഡ് ഇഷ്യൂ ആയിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവരെ നമ്മൾ ഇങ്ങനെ ഇട്ട് ചുറ്റും. നമ്മൾ വീണ്ടും അവിടെ പൊക്കോണ്ടിരിക്കും. പല പല മെഡിസിൻസ് ട്രൈ ചെയ്യും, പല പല ഓയിൻമെൻറ്റ്സ് ട്രൈ ചെയ്യും, ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഞാനും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ കാര്യം പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഇങ്ങനെയാണ് വിഷയം. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഏജിൻ്റെ പ്രശ്നമാണ്. അന്ന് എനിക്ക് 17 വയസ്സെന്ന് തോന്നുള്ളൂ. നിൻ്റെ ഏജിൻ്റെ പ്രശ്നമാണ്, ടീനേജ് ആക്കിനെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു സാലിസിലിക് ആസിഡിൻ്റെ ഒരു ഫേസ് വാഷും ഒരു ഓയിൻമെൻറ്റ് തന്നു. അന്ന് എനിക്ക് തന്ന ഓയിൻമെൻറ്റാണ് ദാണ്ട് ഈ സാധനം. ഞാനിതിൻ്റെ പേരും ഫോട്ടോയും സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിനാണ്. ഓക്കെ, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ സംഭവം തന്നു. അതിനുശേഷം ഞാൻ ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 2 മന്ത്സിന് ശേഷം എനിക്ക് അത്യാവശ്യം നന്നായിട്ടുള്ളൊരു ചേഞ്ച് ഫീൽ ആയി തുടങ്ങി കേട്ടോ. പിമ്പിളിൻ്റെ കാര്യത്തിൽ, പിമ്പിളും ആക്കിനെയൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയി തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത്, ഇനി ജോലി സ്ഥലത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഞാനൊരു മെക്കാനിക്കായിരുന്നു. അവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം ഈ ആക്കിനെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡിപ്രസ്ഡ് ലെവലിലെത്തി ഈ ആക്കിനെ കാരണം. നല്ല പെയിന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഇൻസെക്യൂരിറ്റി എന്നുള്ളതിനെക്കാളും എൻ്റെ ഒരു പെയിൻ, എൻ്റെ ഫേസിലുള്ള പെയിൻ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു മെയിൻ. അങ്ങനെ ഞാൻ കുറേ നാളത് കൊണ്ട് നടന്നു കേട്ടോ. 1 വർഷത്തോളം ഞാൻ അത് കൊണ്ട് നടന്നു. ഇപ്പോൾ ഓൾറെഡി 3 വർഷത്തോളമായി എൻ്റെ മുഖത്തതുണ്ടായിട്ട്. അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി എന്തൊക്കെ വന്നാലും ഒരു നല്ല ഡോക്ടറിനെ പോയി കണ്ടിട്ട്, സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആയുള്ള ഡോക്ടറിനെ പോയി കണ്ടിട്ട്, ഡെർമറ്റോളജിനെ പോയി കണ്ടിട്ട് ഞാനിത് എങ്ങനെയെങ്കിലും എൻ്റെ മുഖത്തുനിന്ന് പെർമനൻ്റ് ആയിട്ട് മാറ്റും.
എന്നുള്ളൊരു തീരുമാനം എടുത്തു. ശരിക്കും എൻ്റെ ഡയറ്റ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ കെയർ കൊണ്ടോ ഒന്നും അല്ല എനിക്ക് ആക്നെ വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നിങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ അവർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യം അവരുടെ പ്രശ്നവും നിങ്ങളുടെ പ്രശ്നവും ഒന്നാവണമെന്നില്ല. എല്ലാ പിമ്പിൾസും ഒരുപോലത്തെ ആവണമെന്നില്ല. ഓക്കെ, എല്ലാ ആക്നെയും ഒരുപോലെ ആവണമെന്നില്ല. സോ ഞാൻ ഒരു ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചു. ഇതിലെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. ഡോക്ടറിനെ കാണുമ്പോൾ അതിലേറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പോയത് എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് സെൻറ്റ് ജോൺസ് എന്നൊരു ഹോസ്പിറ്റലുണ്ട്, വെഞ്ഞാറമൂടാണ്. ഞാൻ അവിടെ പോയി. അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഇനി അടുത്ത ചെയ്യാനുള്ള മെയിൻ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര നാളായിട്ട് ഇതുണ്ട്, നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 2-3 വർഷമായിട്ട് ഈ സംഭവം ഉണ്ട്, ഒരു രക്ഷയില്ല, അത് പോകുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റിന് എഴുതി തന്നു. ഞാനങ്ങനെ ബ്ലഡ് ടെസ്റ്റിന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്തു. അപ്പോഴാണ് ഡോക്ടർ എനിക്ക് ഈ ഐസോട്രെറ്റിനോയിൻ എന്ന ടാബ്ലറ്റ് തന്നത്. കേട്ടോ, ഇന്നേ വരെ കണ്ടുപിടിച്ചതിൽ ഈ ആക്നെയും പിമ്പിളും ട്രീറ്റ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇനി ഇവിടെ തൊട്ട് ഇത് കാണാനായിട്ട് ശ്രമിക്കാം. കാര്യം ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കുറേ സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ കുറയോ എന്നൊക്കെ ഉള്ളൊരു ഇത് കാണും. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാണ്, നമ്മൾ ഏതൊരു മെഡിസിൻ കിട്ടുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ഓയിൻമെൻറ്റ് വാങ്ങിയതിന് ശേഷം ഉറപ്പായിട്ട് അത് യൂട്യൂബിലും ഗൂഗിളിലും പോയി സെർച്ച് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ, അല്ലെങ്കിൽ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ്. അതുപോലെ ഞാനും ഐസോട്രെറ്റിനോൻ്റെ റിവ്യൂ പോയി അടിച്ചു നോക്കിയിട്ടുണ്ട്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഐസോട്രെറ്റിനോൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആ ടാബ്ലറ്റ് കൊണ്ട് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് തൊട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എനിക്ക് ഡോക്ടർ ടാബ്ലറ്റ് തന്നു. 20 mg ടാബ്ലറ്റാണ് തന്നത്. അത് എനിക്ക് ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിച്ചുകൊണ്ടത്. നിങ്ങളുടെ അപ്പോഴത്തെ കറണ്ട് കണ്ടീഷൻ വെച്ചിട്ട് 30 mg 40 mg ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് 20 mg ആണ് തന്നത്. ഡെയിലി കഴിക്കുന്നവരുണ്ട്. എനിക്ക് ആഴ്ചയിൽ 3 ദിവസം കഴിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ടാബ്ലറ്റ് കിട്ടി. അതിൻ്റെ കൂടെ എനിക്ക് തന്ന സാധനമാണ് ദാണ്ട് ഈ മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസർ കിട്ടിയപ്പോൾ ആദ്യം ആലോചിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. ഒരു വട്ടം ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് പാളിയതിന് ശേഷം ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവും. അതൊരു കേസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാബ്ലറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് സെബം വരുന്നതിനെ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ നിർത്തുമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയ്ക്ക് സ്കിന്ന് ഡ്രൈ ആവും. അങ്ങനെയാണ് ഈ സംഭവം വർക്കാവുന്നത്. അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാനായിട്ടൊരു മോയ്സ്ചറൈസർ, എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയ മോയ്സ്ചറൈസറാണ്. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ജെൽ ടൈപ്പാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ഉള്ള മോയ്സ്ചറൈസറാണ്. അതിനുശേഷം എനിക്ക് തന്ന സാധനമാണ് ഈ ലിപ് ബാം. ഈ ലിപ് ബാം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാബ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവും. എങ്ങനെ ഡ്രൈ ആവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആവും. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഡ്രൈ ആയിട്ട് നമ്മുടെ ചൂണ്ടിങ്ങനെ പൊട്ടുന്നൊരവസ്ഥയിലെത്തും. അത്രയ്ക്ക് ഡ്രൈ ആവും. പ്രത്യേകിച്ച് രാവിലെ ഉറക്കം എണീക്കുന്ന സമയത്താണ് അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് തന്ന സാധനമാണ് സൺസ്ക്രീൻ. അന്ന് പാളിപ്പോയതിന് ശേഷം പിന്നെ എനിക്ക് സൺസ്ക്രീൻ ഡോക്ടർ തന്നായിരുന്നു. ഓയിലി സ്കിന്നിന് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻ ആണെന്ന് തന്നെ പറയാം. ഞാൻ ഇത് സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്യുക. ഇത് 699 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം നല്ല സൺസ്ക്രീൻ, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 1 month 2 month ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല സൺസ്ക്രീൻ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സെൻസിറ്റീവ് ആവും. അത് സോ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നന്നായിട്ട് ടാനിങ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് മെയിൻ കാര്യം. അതിനുശേഷം ഞാൻ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരു മാസത്തെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എല്ലാവരെയും പോലെ തന്നെ വീട്ടിൽ ചെന്നിട്ട് ഈ ടാബ്ലറ്റിനെ പറ്റി യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിൻ്റെ ഈ സൈഡ് എഫക്ട്സ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു ലോഡ് സൈഡ് എഫക്ട്സ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ട്, പോസിറ്റീവ് റിവ്യൂ പറയുന്നവരുണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂ കാണുന്നവരാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക.
ഒരിക്കലും ഇത് നിർത്തരുത്. ഇത് നിർത്തേണ്ട വരുന്നൊരു സാഹചര്യമുണ്ട്. ഇത് ആൾക്കാർ നിർത്തി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു മാസം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ പിമ്പിൾസും ആക്നെയൊക്കെ നന്നായിട്ട് കൂടും. നന്നായിട്ട് കൂടുമെന്ന് വെച്ചാൽ നേരത്തേതിനേക്കാളും ഭയങ്കര വേഴ്സ് സിറ്റുവേഷനിലെത്തും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്നെയും പിമ്പിളൊക്കെ ഈ സ്കിന്നിന്റെ പുറത്ത് കാണുന്നല്ലാണ്ട് തന്നെ താഴെ വരെ പോയിട്ടുണ്ട്. അപ്പൊ ഈ സ്കിന്നിന്റെ അടിയിൽ കുറെ ആക്നെയും പിമ്പിളും പുറത്തോട്ട് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരും. ഓക്കെ, ഇങ്ങനെ പുറത്തു വരുമ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കൂടുന്നത്. ഏതൊരു അസുഖവും കുറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൂടുമെന്ന് പറയുന്ന പോലെ ഈ പിമ്പിളും ആക്നെയും ഒന്ന് കൂടും. പലരും ഈ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് ഇത് കളഞ്ഞിട്ട് പോണത്. മനസ്സിലായില്ലേ? എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കൂടിയ സമയത്ത് ഡോക്ടറിനോട് പോയി ചോദിച്ചു, എന്താ ഡോക്ടർ ഇങ്ങനെ എനിക്ക് കഴിച്ചിട്ട് കൂടുന്നല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഡോക്ടറാണ് എനിക്ക് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, സോ സ്റ്റോപ്പ് ചെയ്യരുത്, കഴിക്കുക. ആദ്യത്തെ ഒരു മാസം ഞാൻ കഴിച്ചു കംപ്ലീറ്റ് ആക്കി. ആ മന്ത് എൻ്റെ ആവുന്ന സമയത്തൊക്കെ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവുന്ന എങ്ങനെ വെച്ചാൽ മൂക്കിൻ്റെ രണ്ട് സൈഡും ഈ വരണ്ട പ്രദേശം പോലെ ആവും. അതായത് വരണ്ട ഭൂമി കണക്കാവും. അമ്മാതിരി വരണ്ടു പോയി, അത്രയ്ക്ക് ഡ്രൈ ആവും ഗൈസ്. അതുകൊണ്ടാണ് ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്നുള്ള കാര്യം എടുത്തു പറയുന്നത്. ചുണ്ടും അതേപോലെ ഡ്രൈ ആവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഈ ലിപ് ബാം പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് ചുണ്ടിൽ. പിന്നെ നമ്മുടെ സ്കാൽപ്സ് നന്നായിട്ട് ഡ്രൈ ആവും. മുടി ഒഴിച്ചിട്ടുണ്ടാവും. വലിയ രീതിയിലുള്ള മുടി ഒഴിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ചെറുതായിട്ട് മുടി ഒഴിച്ചിൽ അനുഭവപ്പെടുന്നു. കാര്യം സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവും കേട്ടോ. ഈ ഓയിൽ പ്രൊഡക്ഷൻ എല്ലാം നിൽക്കും, അതാണ് മെയിൻ. അങ്ങനെ ഇതാണ് അതിന്റെ ഫംഗ്ഷൻ. ഓയിൽ പ്രൊഡക്ഷൻ നിർത്തിയിട്ടാണ് അത് ആക്നെയെ ട്രീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് മന്തിൽ ഒരു ഫസ്റ്റ് വീക്ക് വരെ എനിക്ക് നന്നായിട്ട് ഈ ആക്നെ കൂടുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. 2ാമത്തെ മാസവും ഞാൻ കഴിച്ചു. 2ാമത്തെ മാസത്തിന് ശേഷം 3ാമത്തെ മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. ഒരു മാസത്തേക്കുള്ള മെഡിസിനെ തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണാൻ പോകണം. ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എല്ലാവർക്കും ഇത് എടുക്കണമെന്നില്ല. ഞാൻ ബ്ലഡ് ടെസ്റ്റ് എടുത്തു. എനിക്ക് വേറെ വേരിയേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 3ാമത്തെ മാസവും ഞാൻ കഴിച്ചു തുടങ്ങി. ഏകദേശം 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കഴിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും ഒരു റിസൾട്ട് കണ്ടു തുടങ്ങിയത്. അതുവരെ എൻ്റെ ആക്നെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതിനുശേഷമാണ് നന്നായിട്ട് കുറയാൻ തുടങ്ങിയത്. ഇനി എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആക്നെയും പിമ്പിളും ട്രീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ സ്കാർസും മാർക്സ് ഒന്നും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിമ്പിളും ആക്നെയും ഉള്ള സമയത്ത് ഒരിക്കലും അതിനെ ടച്ച് ചെയ്യാനോ അതിനെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നും ശ്രമിക്കരുത്. കാര്യം അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും സ്പ്രെഡ് ആവും. അതൊരു കാര്യം. പിന്നെ ഇതിന്റെ ആക്നെ മാർക്കും സ്കാർസ് ഒന്നും പോകാനായിട്ട് പോകില്ല എന്നല്ല, ചിലപ്പം ലേറ്റ് ആവും, സമയമെടുക്കും, ചിലത് ലൈഫ് ലോങ് ഉണ്ടാവും. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് പൊട്ടിക്കാനായിട്ട് നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ലേസർ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യേണ്ടി വരും ഈ സ്കാർ മാർക്കൊക്കെ പോകാനായിട്ട്. ഇനി പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇന്നവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഐസോട്രെറ്റിനോൺ ടാബ്ലറ്റ്. ഞാൻ കഴിച്ചിട്ടുള്ള ടാബ്ലറ്റ് ഞാൻ ഏകദേശം 6 മാസത്തോളം ഇത് കഴിച്ചു. 6 മാസമാണ് എൻ്റെ കോഴ്സ് വരുന്നത്, അല്ലെങ്കിൽ 4 മാസം വരെ കഴിക്കണം. 4 to 6 മാസമാണ് എൻ്റെ കോഴ്സ്. ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാലേ ഈ സാധനം കുറയത്തുള്ളൂ. സോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച പെയിന് നിങ്ങളൊരു 6 മാസം കൂടി അത് അനുഭവിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയാൽ ഈ സാധനം പെർമനന്റ് ആയിട്ട് നിങ്ങളെ മുഖത്തു നിന്ന് പോകും, ഉറപ്പാണ്. സോ ഒരിക്കലും നിങ്ങളിത് നിർത്താനായിട്ട് പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സാധനം നിങ്ങൾക്ക് പുറത്ത് വാങ്ങാനായിട്ട് പറ്റൂല. അതുകൊണ്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. ഡോക്ടർ തന്നാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് പുറത്ത് വാങ്ങാൻ പറ്റൂല. ഇതിൽ കുറച്ച് ടാബ്ലറ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ബിക്കോസ് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റൂല. അങ്ങനെ ചില ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റൂല. അതാണ് ഒരു മെയിൻ കാര്യം. അതുകൊണ്ടാണ് ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെച്ചോണ്ടിരിക്കാണ്ട് ഒരു ഡോക്ടറിനെ കാണാനായിട്ട് ശ്രമിക്കണം. അതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. 2ാമത്തെ കാര്യം, നിങ്ങൾക്ക് ഈ ടാബ്ലറ്റ് കിട്ടി, നിങ്ങൾ ഈ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും നിർത്തരുത്. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അത് 2ാമത്തെ കാര്യം. പിന്നെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നവർ ഉറപ്പായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് നിങ്ങൾ എത്തും. അത് മറക്കരുത്. ഇത് യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അത് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. അത് മെയിൻ കാര്യമാണ്. അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും വെള്ളം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പം എൻ്റെ കറണ്ട് സിറ്റുവേഷന് ഇതാണ്. ഈ സമയത്ത് എനിക്ക് ആക്നെ പിമ്പിളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2 ചെറുതൊക്കെ വന്നുകൊണ്ടിരിക്കും. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നേരത്തെ നിങ്ങൾ കണ്ട സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു അവസ്ഥ വരെ ഞാൻ എത്തിയതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക,
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇങ്ങനെ ആക്നെയായിട്ട് ബുദ്ധിമുട്ടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. അതിലൊരിക്കലും ഒരു ബാക്ക് ആവരുത് നിങ്ങൾ. കാര്യം അവരൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. അവർ ഇതുപോലെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും അത് കണ്ടിട്ട് ഒന്നും ആവാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണ്. സോ റിമെമ്പർ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.